Hi friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിലൂടെ കൂടുതലായിട്ട് വോയിസ് ചാറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കും അതുപോലെ ചാറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആ ട്രിക്ക് എന്തെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് Hamictech graphics YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വോയിസ് ചാറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ട്രിക്കാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിരവധി വോയിസ് മെസ്സേജുകൾ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വോയിസ് മെസ്സേജും ആ കൂട്ടത്തിൽ പെടും. അപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള വോയിസ് മെസ്സേജ് ചില കൂട്ടുകാർ, ക്ഷമയുള്ള കൂട്ടുകാർ മാത്രം ഇരുന്ന് കേൾക്കും. എന്നെപ്പോലുള്ള ക്ഷമയില്ലാത്തവരാണെങ്കിൽ തീരെ അത് ഇത്രയും കേൾക്കാൻ നിൽക്കത്തില്ല, കുറച്ച് കേട്ടിട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രിക്ക്, നമ്മളിപ്പോൾ ഈ നോക്കാൻ പോകുന്ന ട്രിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ലെങ്തി ആയിട്ട് വരുന്ന വോയിസ് മെസ്സേജ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കേട്ട് തീർക്കാൻ സാധിക്കും. അതിന് ഉപകാരപ്രദമാകുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ടോക്ക് ഫാസ്റ്റർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. 4.7 റേറ്റിംഗും മോർ ദാൻ 10K ഡൗൺലോഡ്സും ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ആപ്ലിക്കേഷൻ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമുക്കിനി വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏത് ഓഡിയോ ആണ് നമുക്ക് ഫാസ്റ്റായിട്ട് കേൾക്കേണ്ടത് ആ ഓഡിയോയിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ നമ്മൾ സാധാരണയായിട്ട് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ടോക്ക് ഫാസ്റ്റർ എന്ന നമ്മുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ഈ വോയിസ് മെസ്സേജ് ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും കേൾക്കാൻ വേണ്ടി ഈ കാണുന്ന ഏതെങ്കിലും ഓരോ ഓപ്ഷൻസ് കൂട്ടുകാർ ചൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന 2.00 എന്നത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോ കേൾക്കാൻ സാധിക്കും. അതുപോലെ 0.75 ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വെറും സ്ലോ ആയിട്ട് നമ്മുടെ ഈ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്കിപ്പ് സൈലൻസ് എന്നത് ഓൺ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വോയിസിൽ ഏതെങ്കിലും സൈലൻസ് ആയിട്ടുള്ള പാർട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അല്ലാത്ത നമ്മളുടെ സംസാരിക്കുന്ന ആ ഭാഗം മാത്രമേ പിന്നെ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് കൂട്ടുക, ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചാറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ട്രിക്കാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ അഡ്രസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾക്കോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സിൻ്റെ ഒരു ഷോർട്ട് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഷോർട്ട് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എപ്പോഴും ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ടൈപ്പിംഗ് ഹീറോ ഫ്രീ ടെക്സ്റ്റ് എക്സ്പാൻഡർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കീവേഡ് ആൻഡ് ടെക്സ്റ്റ് എന്നത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കീവേഡ് എന്നതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ADS എന്ന് കൊടുക്കുകയാണ്. ADS എന്ന കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണോ വരേണ്ടത് അത് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. എല്ലാം ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ആക്സസിബിലിറ്റി നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ഷോർട്ട് കട്ടായ ADS എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ അഡ്രസ്സ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ വലിയ ടെക്സ്റ്റുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.